സ്വന്തം മകളുടെ വിവാഹത്തലേന്ന് തേടിയെത്തിയ ദുരന്തം. കപ്പ് കേക്ക് തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിലായിരുന്ന സ്ത്രീക്ക് ദാരുണ അന്ത്യം. സംഭവം നടന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. പലഹാരം തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സ്ത്രീ മരണത്തിന് കീഴടങ്ങി. താനാളൂർ മഹല്ല് ജുമാ മസ്ജിദിന് സമീപം സൈനബ 44 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. വൈകിട്ട് ചായ കുടിക്കുന്നതിനിടെ കപ്പ് കേക്കിൻ്റെ അവശിഷ്ടം തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ഉടനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ശനിയാഴ്ച സൈനബയുടെ മകൾ ഖൈറുന്നീസയുടെ വിവാഹം നടക്കാനിരിക്കെയായിരുന്നു സംഭവം. പ്രത്യേക സാഹചര്യത്തിൽ വെള്ളിയാഴ്ച തന്നെ മകളുടെ നിക്കാഹ് കർമ്മം മാത്രം നടത്തി മറ്റു വിവാഹ ചടങ്ങുകൾ മാറ്റിവെക്കുകയായിരുന്നു. ഒരു ദാരുണ അപകടത്തിന്റെ ഞെടുക്കത്തിലാണ് കമ്പളക്കോട് വാസികൾ. വീടിന് സമീപം പാൽ വാങ്ങാനായി നിൽക്കുമ്പോൾ ആണ് 19കാരിയെ ജീപ്പ് ഇടിപ്പിച്ച് തെറിപ്പിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പെൺകുട്ടി മരിച്ചിരുന്നു. അതോടെ നാടിനെ ആകെ കണ്ണീരായി മാറിയിരിക്കുകയാണ് ദിൻഷാന എന്ന ആ 19കാരി. ഇപ്പോഴിതാ മറ്റൊരു ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ദിൻഷാനയെ വാഹനം ഇടിപ്പിച്ച് കണ്ട അയൽവാസിയെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തയും പുറത്തു വരുന്നു. ഇയാളെ കൽപ്പറ്റയ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കമ്പളക്കോട് പുത്തൻ തൊടുകയിൽ ദിൻഷാന 19 ആണ് ഇന്ന് രാവിലെ പാൽ വാങ്ങാനായി പുറത്തിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. കമ്പളക്കോട് സിനിമാ ഹാളിന് സമീപം ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. സുൽത്താൻ ബത്തേരി സെൻറ് മേരീസ് കോളേജ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ദിൻഷാന. പാൽ വാങ്ങാനായി റോട്ടരികിൽ നിന്ന് പെൺകുട്ടിയെ നിയന്ത്രണം വിട്ടുവന്ന ജീപ്പ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആശുപത്രിയിൽ നിന്നും ദിൻഷാനയുടെ മൃതദേഹം കമ്പളക്കോട് വീട്ടിൽ എത്തിച്ചിരുന്നു. ഇതേ സമയം ദിൻഷാനയുടെ മരണത്തിൽ സ്ഥലത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. റോഡരികിൽ കൂട്ടിയിട്ട ജൽ ജീവൻ പൈപ്പുകളും അപകടത്തിൽ കാരണമായെന്നാണ് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. നിയന്ത്രണം വിട്ടുവന്ന ജീപ്പ് വന്നപ്പോൾ പൈപ്പുകൾ ഉള്ളതിനാൽ കുട്ടിക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. മാസങ്ങളോളമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ റോഡരികിൽ കിടക്കുന്നുണ്ട്. നടക്കാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയാണ്. അധികൃതരുടെ ഈ കടുത്ത അനാസ്ഥയും ദിൻഷാനയുടെ ജീവൻ നഷ്ടമാക്കാൻ കാരണമായി എന്നും ഇനിയെങ്കിലും പരിഹാരം കാണാൻ സാധിക്കണമെന്നും നാട്ടുകാർ രൂക്ഷമായി പ്രതികരിച്ചു. അമിത വേഗത്തിലായിരുന്നു ജീപ്പ് എത്തിയത് എന്ന് നാട്ടുകാർ പറയുന്നു. കുടിവെള്ള വിതരണ പദ്ധതിക്കായി റോഡരികിൽ ഇറക്കിയിട്ട വലിയ പൈപ്പിൽ ഇടിച്ചതിനു ശേഷമാണ് ജീപ്പ് നിയന്ത്രണം നഷ്ടമായി യുവതിയെ ഇടിച്ചത്. അമിത വേഗത ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പൈപ്പടക്കം കുട്ടിയുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുകയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡരികിൽ ഇത്തരത്തിൽ പൈപ്പ് ഇറക്കിയിടുന്ന കരാറുകാരും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുമാണ് ദാരുണ സംഭവത്തിന് ഉത്തരവാദികളെന്നും നാട്ടുകാർ രൂക്ഷമായി ആരോപിച്ചു.